പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അത്ഭുതകരമായൊരു രോഗശാന്തിയാണ് ഇന്നത്തെ നമ്മളെ ധ്യാന വിഷയമാക്കുന്നത്. തളർവാദ രോഗിക്ക് യേശു സൗഖ്യം കൊടുത്ത സംഭവം. അത് 5-ാമത്തെ അധ്യായം 5ഉം 6ഉം വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു, നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? ബേത്ത് യെസ്ദ എന്നും ബേത്ത് സഥ എന്നും രണ്ടു പേരിൽ അറിയപ്പെടുന്ന ഒരു കുളത്തിൻ്റെ കരയിലാണ് സംഭവം. ബേത്ത് സഥ എന്നതാണ് പൊതുവെ കാണുന്ന പേര്. ഒലിവിൻ്റെ ഭവനം എന്നാണ് വാക്കിൻ്റെ അർത്ഥം. യഹൂദ ചരിത്രകാരനായ യോസെഫൂസ് ഫ്ലാവിയൂസ് പറയുന്നുണ്ട്, ജെറൂസലമിൻ്റെ ഒരു ഭാഗത്ത് ധാരാളം ഒലിവ് മരങ്ങൾ വളർന്നിരുന്നു, അതിന് ഒലിവിൻ്റെ ഭവനമെന്ന് വിളിച്ചിരുന്നുവെന്ന്. ബേത്ത് സദ എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ്. ആ പ്രദേശത്തായിരുന്നു ഈ കുളം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ബേത്ത് സദ കുളം എന്നതിന് വിശേഷിപ്പിക്കും. പക്ഷേ ബേത്ത് യെസ്ദ എന്ന പേരും പൊതുവെ കാണാറുണ്ട് പല കൈയെഴുത്ത് പ്രതികളിലും. ബേത്ത് യെസ്ദ എന്ന് പറഞ്ഞാൽ കരുണയുടെ വീട് എന്നാണ് അർത്ഥം. ഹെസദ് എന്നത് കരുണ എന്നാണ് അർത്ഥം. ബേത്ത് എന്നാൽ വീട് എന്നും. അപ്പോൾ ദൈവത്തിൻ്റെ കരുണയുടെ വീട്, കരുണാലയം എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാം. ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ ബേത്ത് യെസ്ദ എന്ന പേരാണ് കുറച്ചുകൂടി സ്വീകാര്യമായി തോന്നുക. എന്തുമാവട്ടെ, ഈ കുളക്കരയിൽ ധാരാളം ആളുകൾ, രോഗികൾ കിടപ്പുണ്ടായിരുന്നു. കാരണം ആ കുളത്തിലെ വെള്ളം ചിലപ്പോഴൊക്കെ ഇളകുകയും ആ വെള്ളം ഇളകിക്കഴിയുമ്പോൾ ആദ്യമായിട്ട് കുളത്തിലിറങ്ങുന്ന ആൾക്ക് ഏത് രോഗത്തിൽ നിന്നും സൗഖ്യം കിട്ടുകയും ചെയ്യും എന്നാളുകൾ വിചാരിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു. കുളമിളകുന്നതിൻ്റെ കാരണം കുളത്തിൽ വല്ലപ്പോഴുമൊക്കെ ഒരു മാലാഖ ഇറങ്ങുമെന്നും ആ കുളത്തിലെ വെള്ളം ഇളക്കുമെന്നുമായിരുന്നു. ചരിത്രകാരന്മാരും ശാസ്ത്രകാരന്മാരും ഒക്കെ പറയുക, കുളത്തിൻ്റെ അടിയിലുണ്ടായിരുന്ന ഉറവയിൽ നിന്ന് ചിലപ്പോഴൊക്കെ പെട്ടെന്ന് ശക്തമായി വെള്ളം വരുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഇളക്കമാണ് കുമള പൊട്ടുമ്പോൾ മാലാഖ ഇറങ്ങി എന്ന് കരുതുകയാണ്. എന്നുമാവട്ടെ, സുഖം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കിടക്കുന്ന ഒരുപാട് ആളുകളോട് ഉണ്ടായിരുന്നു. പലർക്കും സൗഖ്യം കിട്ടുകയും ചെയ്തിരുന്നു. പക്ഷേ യേശു ഇവിടെ ശ്രദ്ധിക്കുന്നത് വളരെ കാലമായി സുഖം പ്രാപിക്കും എന്ന് വിചാരിച്ച് കിടന്ന ഒരു വ്യക്തിയാണ്. സുഖം കിട്ടാതെ കരുണയുടെ ആലയത്തിന് മുമ്പിൽ കരുണയ്ക്ക് വേണ്ടി കിടന്നിട്ട് 38 വർഷമായും കരുണ കിട്ടാത്ത ഒരു ഹതഭാഗ്യൻ്റെ ചരിത്രമാണ് യോഹന്നാൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. അവൻ ദീർഘകാലമായി അവിടെ കിടക്കുന്നത് കണ്ടുകൊണ്ട് യേശുവിനോട് ചോദിച്ചു, നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? എന്തൊരു ചോദ്യം എന്ന് നമ്മൾ ചോദിച്ചേക്കാം. സുഖം പ്രാപിക്കാൻ ആഗ്രഹമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ ഇവിടെ ഒന്ന് കിടക്കുന്നതെന്ന് അയാൾ ചോദിക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇയാൾ സുഖം പ്രാപിക്കണമെന്ന് ആവശ്യപ്പെട്ടില്ല. യേശുവിനോട് ഇയാളെക്കുറിച്ച് ആരും പറഞ്ഞില്ല, ഇയാളും പറഞ്ഞില്ല. യേശു തന്നെയാണ് ഈ വ്യക്തിയെ കണ്ടുമുട്ടുന്നത്. ഇവിടെ കിടക്കുന്നു വിചാരിച്ച് കണ്ട് യേശു തന്നെയാണ് വരിക. ഇനീഷ്യേറ്റീവ് മുഴുവനും യേശുവിൻ്റെ ഭാഗത്തു നിന്നാണ്. ആ ചോദ്യത്തിന് അയാൾ മറുപടി കൊടുക്കുന്നില്ല നേരിട്ട്. കർത്താവ് എനിക്ക് ആരുമില്ല എന്നാണ് അവൻ പറയുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രത്യേക ഒരു കാര്യം, സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന യേശുവിൻ്റെ ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കുന്നത് ഓർക്കുക. ആ രോഗി ഒരുപക്ഷെ തൻ്റെ രോഗാവസ്ഥയുമായി അങ്ങ് താതാത്മ്യപ്പെട്ട് കഴിഞ്ഞാണ്. ഇനി രോഗം സുഖമാകുമെന്ന് പ്രതീക്ഷയില്ല, സുഖമാകണമെന്ന് വലിയ ആഗ്രഹവുമില്ല. ഈ ഒരു ചുറ്റുപാടിൽ അയാൾക്ക് സുഖം പ്രാപിക്കാൻ സാധിക്കുകയുമില്ല. തൻ്റെ അപകർഷതാബോധത്തിൽ, തൻ്റെ നിരാശയിൽ അങ്ങ് പെട്ടുപോയ വ്യക്തിയെ ദൈവം അവിടെ നിന്ന് ഉയർത്തിയെടുക്കാനാണ് ശ്രമിക്കുന്ന ഈ ചോദ്യത്തിലൂടെയാണ്. നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? ഇന്ന് നമ്മോടും ചോദിക്കുന്നുണ്ട് ചോദ്യം, നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? അത് ശാരീരികമായ സുഖം മാത്രമല്ല, നിൻ്റെ അവസ്ഥയിൽ നിനക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ടോ? മദ്യപാനിയായിരിക്കാം, പുകവലിയായിരിക്കാം, മറ്റെന്തെങ്കിലുമൊക്കെ തഴക്കദോഷങ്ങളായിരിക്കാം. അതിൽ നിന്ന് മോചനം നേടണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? ആഗ്രഹിക്കാതെ ഇവിടുന്ന് മോചനം ഉണ്ടാവില്ല. അപ്പോൾ 2 കാര്യങ്ങളോട് ശ്രദ്ധേയമാണ്. 1, ഈ അവസ്ഥയിൽ നിന്ന് മോചനം നേടണം എന്നെനിക്ക് ആഗ്രഹമുണ്ടാവണം. 2, ഇത് സാധ്യമാണെന്ന് ഞാൻ വിശ്വസിക്കണം. യേശു എന്നോടും ചോദിക്കുന്നു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? എനിക്കാരുമില്ല എന്ന് പറഞ്ഞ് തളർന്നു കിടക്കാതെ എൻ്റെ ആഗ്രഹം ഞാൻ അറിയിക്കുക. അത് ഉറച്ച തീരുമാനമാകണം. എനിക്കിവിടുന്ന് എണീറ്റ് നടക്കാൻ സാധിക്കണം. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സൗഖ്യം നൽകണമേ, സൗഖ്യത്തിനു വേണ്ടി ഉള്ള ആ ശക്തി നൽകണമേ. കർത്താവിനെ വിശ്വസിക്കാൻ, എൻ്റെ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് വിശ്വസിക്കാൻ, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.